നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഐഫോണിന്റെ ആപ്പ് സ്റ്റോർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്ന്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമെന്ന്? ഇത് ഒരു വൈറസ് അല്ല, ഹാക്കുമല്ല. ഇത് നിങ്ങളുടെ ഐഫോണിൽ ഇതിനകം തന്നെ ഡിഫോൾട്ടായി ഓപ്പണായി കിടക്കുന്ന സെറ്റിംഗ്സ് ആണ്. നിങ്ങൾ ഇത് മാറ്റാതെ വെച്ചാൽ നിങ്ങളുടെ ഫോൺ കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കും, ബാറ്ററി വേഗം ഡ്രെയിൻ ആവുകയും നിങ്ങൾ കാണുന്ന കണ്ടന്റ് പോലും ചേഞ്ച് ആവുകയും ചെയ്യും, അതും നിങ്ങൾക്കറിയാതെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ആപ്പ് സ്റ്റോറിന്റെ 3 ഹിഡൻ സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മാറ്റാൻ 2 മിനിറ്റ് പോലും വേണ്ട, പക്ഷേ ഫലം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ് എന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമുക്ക് കാണാം. ആദ്യത്തെ സെറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ ആപ്പ് സ്റ്റോറിലേക്ക് പോവുക. നിങ്ങൾ ഏറ്റവും താഴെ ആപ്പ് സ്റ്റോർ കാണുന്നില്ലെങ്കിൽ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണലൈസ് റെക്കമെൻഡേഷൻ എന്ന ഓപ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആപ്സ്, ഡൗൺലോഡ് ചെയ്യുന്ന ആപ്സ്, ഓപ്പൺ ചെയ്യുന്ന ആപ്സ്, ഇവയെല്ലാം ആപ്പ് സ്റ്റോർ അനലൈസ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യും. അത് ഉപയോഗിച്ച് ഇവന് എന്താണ് ഇഷ്ടം എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ആപ്പ് റെക്കമെൻഡ് ചെയ്യും. ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതെ, കാരണം ഇത് ട്രാക്കിംഗ് ആണ്. നിങ്ങളുടെ ആക്ടിവിറ്റി മുഴുവൻ അനലൈസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ട്രാക്കിങ്ങും കൂടുതലായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ ഇത് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇന്റർഫേസിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇത് ഓഫ് ചെയ്യാനായി നിങ്ങൾ ബാക്ക് പോവുക. ബാക്ക് പോയതിനു ശേഷം സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് വരിക. ഇതിന് ഏറ്റവും മുകളിൽ ആപ്പിൾ ID, നിങ്ങളുടെ പേര് അവിടെ കാണാൻ വേണ്ടി പറ്റും, നിങ്ങൾ അതിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ മീഡിയ ആൻഡ് പർച്ചേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷനുകളാണ് അവിടെ വരുന്നത്: സൈൻ ഔട്ട്, വ്യൂ അക്കൗണ്ട്, ക്യാൻസൽ. ഇതിൽ വ്യൂ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ, നിങ്ങൾ അത് ഓഫ് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്ക് പോയി സെറ്റിംഗ്സിന്റെ ഹോം സ്ക്രീനിലേക്ക് വരിക. ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് നോക്കാം, ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ്. അതിനായി നിങ്ങൾ സെറ്റിംഗ്സിന്റെ ഹോം പേജിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ പോവുക. ശേഷം ഏറ്റവും താഴെ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ആപ്പ് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ്സ് എന്ന ഒരു സെക്ഷൻ കാണാം. അതിൽ ആദ്യം കാണുന്നത് ആപ്പ് ഡൗൺലോഡ്സ്. ഇത് ഓൺ ആണെങ്കിൽ മറ്റൊരു ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഇവിടെ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ചെയ്യും. ഇതിൽ രണ്ടാമതായി കാണുന്നത് ആപ്പ് അപ്ഡേറ്റ്സ്. ഇതാണ് ഇതിലെ ഡേഞ്ചറസ്. ഇത് ഓൺ ആണെങ്കിൽ ആപ്സ് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യും. ആവശ്യമില്ലാതെ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുന്നതിനും ബാറ്ററി ഡ്രെയിൻ ആവുന്നതിനും ഇത് കാരണമാകുന്നു. ഇതിൽ മൂന്നാമത്തേത് ഇൻ ആപ്പ് കണ്ടന്റ്. ഇത് ഓൺ ആണെങ്കിൽ ആപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യും. ഉദാഹരണത്തിന് ഗെയിം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫയൽസ് ഡൗൺലോഡ് ചെയ്യും. ഇത് മൂന്നും നിങ്ങളുടെ ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാലുള്ള റിസൾട്ട് നിങ്ങളുടെ ഡാറ്റ പാഴാകുന്നു, ബാറ്ററി ഡ്രെയിൻ ആകുന്നു, സ്റ്റോറേജ് ഫുൾ ആവുകയും ചെയ്യും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം നടക്കും. അത് ഒഴിവാക്കാനുള്ള സൊല്യൂഷൻ നിങ്ങൾ ഈ 3 ഓപ്ഷനും ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. ഇനി ഇതിൽ തന്നെ താഴെ മൊബൈൽ ഡാറ്റ സെക്ഷൻ ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതുകൂടി ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം അപ്ഡേറ്റ് വന്നാൽ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യാം. ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ചെറിയതാണെന്ന് തോന്നും, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ആപ്പ് റേറ്റിംഗ് ആൻഡ് റിവ്യൂ. ആ ഓപ്ഷൻ കാണാനായി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ ആപ്പ് റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആപ്പ് യൂസ് ചെയ്യുമ്പോൾ സഡൻലി റൈറ്റ് ദിസ് ആപ്പ് എന്ന പോപ്പപ്പ് വന്നിട്ടുണ്ടോ? അതെ, അതാണ് ഈ സെറ്റിംഗ്സ്. ഇത് ഡേഞ്ചർ അല്ല, പക്ഷേ എക്സ്പീരിയൻസ് ഡിസ്റ്റർബ് ചെയ്യും, യൂസേജ് ഇന്ററപ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഒഴിവാക്കാനായി നിങ്ങൾ ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് പോപ്പപ്പ് വരില്ല.
ഇനി ഞാൻ ഇന്ന് പറഞ്ഞ ഈ 3 സെറ്റിംഗ്സും നിങ്ങൾ ഓഫ് ചെയ്ത് നോക്കൂ. അതിനുശേഷം ഒബ്സർവ് ചെയ്യൂ. ബാറ്ററി ഇംപ്രൂവ് ആയോ, ഇന്റർനെറ്റ് യൂസേജ് കുറയുന്നുണ്ടോ? കമന്റിൽ നിങ്ങൾ പറയൂ. എന്നാലേ അത് എനിക്കറിയാൻ വേണ്ടി സാധിക്കൂ. നിങ്ങളുടെ ഫോണിൽ ഏത് സെറ്റിംഗ്സ് ഓൺ ആയിരുന്നു എന്നുകൂടി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.